Good morning, dears. Welcome back to GST classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. GST ലോ പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ ബൈ പ്രോപ്പർ ഓഫീസർ. ഓഫീസർ ഓഫ് ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ ഓർ എബോവ് അവർക്കാണ് ഇൻസ്പെക്റ്റ് ചെയ്യാനും സെർച്ച് ആൻഡ് സീസർ ഇതിനുള്ള അധികാരമുള്ളത്. റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളാണ് ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ എന്നൊക്കെ പറയുന്നത്. ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. These are exercised only in exceptional circumstances and as a last resort. ഈ പറയപ്പെടുന്ന ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ ഇതൊക്കെ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസിലാണ്, സർക്കംസ്റ്റൻസസിൽ മാത്രമാണ്. ആസ് എ ലാസ്റ്റ് റിസോർട്ട്, ഒരവസാന മാർഗമെന്ന നിലക്ക് എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ മാത്രമേ ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഒരു നിലക്കും കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് സെർച്ച് ആൻഡ് സീസർ ഇത്തരം നടപടികളിലേക്ക് GST ഓഫീസർ കടക്കുന്നത് എന്നോർമ്മിക്കുക. ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ജെന്യുയിൻ ടാക്സ് പേയേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ് റവന്യൂ. ഇത്തരം നടപടികളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജെന്യുയിൻ ടാക്സ് പേയേഴ്സിൻ്റെ താൽപ്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഗവൺമെൻറ് റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഗവൺമെൻറ് റവന്യൂവിൻ്റെ സംരക്ഷണവും അതേപോലെ കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ജെന്യുയിൻ ടാക്സ് പേയേഴ്സ് അവരുടെ താൽപ്പര്യം കൂടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരം ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ എന്നതിൻ്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് CGST ആക്ട് 2017 ഒരു സെക്ഷൻ ഓർമ്മിക്കണം. സെക്ഷൻ 67 ആണ്. പവർ ഓഫ് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ. ജോയിൻറ്റ് കമ്മീഷണർക്ക് ഓർ എബോവ് ഓഫീസേഴ്സിന് ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ ഇതിനുള്ള പവർ നൽകുന്ന CGST ആക്ടിലെ പ്രൊവിഷനാണ് സെക്ഷൻ 67. സെക്ഷൻ 67 ഇങ്ങനൊരു പ്രൊവിഷൻ നൽകുന്നത്. പവർ ഓഫ് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസർ by proper officer, that is joint commissioner or above. Officer having rank of joint commissioner or above. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടേംസിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്പെക്ഷൻ. എപ്പോഴൊക്കെയാണ് ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളത്? ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു നാരോ ടേമാണ്. സെർച്ചിനേക്കാളും നാരോ ആയിട്ടുള്ള ടേമാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഡീപ്പായിട്ടുള്ള ടേമാണ് സെർച്ച്. എപ്പോഴൊക്കെയാണ് ഇൻസ്പെക്ഷൻ നടത്തുക? സപ്രഷൻ ഓഫ് എനി ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഒന്നാമത്തെ സിറ്റുവേഷൻ അതാണ്. ഇൻസ്പെക്ഷൻ നടത്തുന്ന പ്രോപ്പർ ഓഫീസർ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു സാഹചര്യമാണ് സപ്രഷൻ ഓഫ് എനി ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ സ്റ്റോക്ക് ഇൻ ഹാൻഡ്. തടഞ്ഞു വെക്കുക. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ തടഞ്ഞു വെക്കുക. സപ്ലൈ ഓഫ് ഗുഡ്സ്, സർവീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഒളിപ്പിച്ച് വെക്കുക, തടഞ്ഞു വെക്കുക. ഈ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസേഴ്സിന് ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. അതേപോലെ ക്ലെയിംഡ് എക്സസ് ITC, ഏതെങ്കിലും ഒരു ടാക്സ് പെയർ എക്സസ് ITC ക്ലെയിം ചെയ്തു എന്ന് വെളിപ്പെടുന്ന രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവുകയാണെങ്കിലും ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. അതേപോലെ കോൺട്രവെൻഷൻ ഓഫ് എനി പ്രൊവിഷൻ ഓഫ് ദ ആക്ട് അല്ലെങ്കിൽ റൂൾസ്, പ്രൊവിഷൻസ്, GST ആക്ടിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യുക, കോൺട്രവെൻഷൻ ഓഫ് എനി പ്രൊവിഷൻ. അതേപോലെ ട്രാൻസ്പോർട്ടിംഗ് ഓർ കീപ്പിംഗ് ഓഫ് ഗുഡ്സ് വിച്ച് എസ്കേപ്ഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓർ മാനിപ്പുലേറ്റിംഗ് അക്കൗണ്ട്സ്.
അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന, അതേപോലെ അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ച ഒരു ഗുഡ്സ് കീപ്പ് ചെയ്യുക, അല്ല അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിന് കൂട്ടു നിൽക്കുക. ഇങ്ങനെയൊക്കെ ടാക്സ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ഇൻ മൂവ്മെൻറ്റ്. അത് പ്രത്യേക ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആസ് പെർ സെക്ഷൻ 67 പവർ ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ ഓർ ഓഫീസർ ഹാവിങ് എബവ് റാങ്ക് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാനും സെർച്ച് ആൻഡ് സീസറിനുള്ള പവർ നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 67. അതേപോലെ മറ്റൊരു സെക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സെക്ഷൻ 68 ആണ്, തൊട്ടടുത്ത സെക്ഷൻ. CGST ആക്ട് 2017 സെക്ഷൻ 68 പ്രതിപാദിച്ചിരിക്കുന്നത് ഇൻസ്പെക്ഷൻ ഇൻ മൂവ്മെൻ്റ് ആണ്. ഇൻസ്പെക്ഷൻ ഇൻ മൂവ്മെൻറ്റ്, അതായത് ഇൻസ്പെക്ഷൻ ഡ്യൂറിങ് ട്രാൻസിറ്റ് ക്യാൻ ബി ഡൺ ഈവൺ വിത്തൗട്ട് ഓതറൈസേഷൻ ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ. അതാണ് പ്രത്യേകം സെക്ഷനിൽ എടുത്ത് പറയുന്നത്. ഇൻസ്പെക്ഷൻ ഇൻ മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റിലുള്ള ഗുഡ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ്, അവിടെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ ജോയിൻറ്റ് കമ്മീഷണറുടെ ഓതറൈസേഷൻ ആവശ്യമില്ല. മാത്രമല്ല കൺസൈൻമെൻറ്റ് വാല്യൂ ഓഫ് വിച്ച് ഈസ് എക്സീഡിങ് ₹50,000 can be stopped at any place for verification of document. Above 50,000 വാല്യൂ ഉള്ള ഗുഡ്സാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഡ്യൂറിങ് ട്രാൻസിറ്റ്, കൺസൈൻമെൻറ്റ് വാല്യൂ അത്രയും ഉണ്ട്, 50,000 എബോവ് ആണ് കൺസൈൻമെൻറ്റ് വാല്യൂ. ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് എനി പ്ലേസ് for verification of documents it can be stopped. എവിടെ നിന്നും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജോയിൻറ്റ് കമ്മീഷണറുടെ ഓതറൈസേഷനും ആവശ്യമില്ല. ഏത് റാങ്കിലുള്ള ആളുകൾക്കും ഏത് സ്ഥലത്ത് വെച്ചും വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് നടത്താവുന്നതാണ്. ഇൻസ്പെക്ഷൻ ഇൻ മൂവ്മെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗുഡ്സ് were removed without prescribed document then the same can be seized. ഓക്കെ, അങ്ങനെ ഇൻസ്പെക്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത്, ഇൻസ്പെക്ഷൻ സമയത്ത് ഏതെങ്കിലും ഗുഡ്സ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻ്റ് ഇല്ലാതെ റിമൂവ് ചെയ്യപ്പെട്ടതായി കണ്ടാൽ, എന്ത് സപ്ലൈ നടത്തുകയാണെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻ്റ് വേണമല്ലോ. ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ എന്താണ് ബിൽ ഓഫ് സപ്ലൈ. ഇങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻ്റ് ഇല്ലാത്ത കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നിനുള്ള പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്. ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ ടാക്സ് ഇൻവോയ്സ്, നോൺ ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ എന്താണ് ബിൽ ഓഫ് സപ്ലൈ. അങ്ങനെ സാഹചര്യം അനുസരിച്ച് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻ്റ് വേണം. അങ്ങനെ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഗുഡ്സ് റിമൂവ് ചെയ്തതായി കണ്ടാൽ ദ സെയിം ക്യാൻ ബി സീസ്ഡ്. അപ്പോൾ സീസ് ചെയ്യപ്പെടും. എന്താണ് സീസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻസ്പെക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. സെർച്ച് ആൻഡ് സീസറിനെ കുറിച്ച് നോക്കാം. സീസർ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നാണ്. സീസ് ചെയ്യുക, മരവിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പോൾ നിയമത്തിൽ സീസ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നാണ്. ആ ഒരു ഗുഡ്സ് അതിൻ്റെ പൊസഷൻ തന്നെ എടുക്കുന്നതിനെയാണ്, ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ എടുക്കുന്നതിനെയാണ് സീസർ എന്ന് പറയുന്നത്. ഓക്കെ, സെർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻസ്പെക്ഷനേക്കാളും ഒന്നുകൂടെ ആഴത്തിലുള്ള അന്വേഷണത്തെയാണ് നമ്മൾ സെർച്ച് എന്ന് പറയാം. ഗുഡ്സ് ലയബിൾ ടു കോൺഫിസ്കേഷൻ എനി ഡോക്യുമെൻറ്റ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ റെക്കോർഡ്സ് വിച്ച് ആർ റെലവൻറ്റ് ടു എനി പ്രൊസീഡിംഗ് ആർ സീക്രട്ടഡ്. അപ്പോൾ സെർച്ച് ആൻഡ് സീസർ നടക്കുന്ന സാഹചര്യമാണ് പറയുന്നത്. ഈ ടാക്സ് അതോറിറ്റി GST ഓഫീസർ കണ്ടുകെട്ടാൻ വെച്ച ഗുഡ്സ് ലയബിൾ ടു കോൺഫിസ്കേഷൻ, പിടിച്ചെടുക്കാൻ വേണ്ടി വെച്ച ഗുഡ്സാണ്. അല്ലെങ്കിൽ എനി ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ്സ്, ഇതൊക്കെ റെലവൻ്റാണ്. പ്രൊസീഡിങ്സ് നടത്താൻ വേണ്ടി റെലവൻ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ട്, ഡോക്യുമെൻറ്റ്, ഗുഡ്സ് ലയബിൾ ടു കോൺഫിസ്കേഷൻ, ഇതൊക്കെ
പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ റെലവൻ്റായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെച്ചു. അത് ഇതിനിടയാക്കും. സെർച്ച് ആൻഡ് സീസർ സീസ് ചെയ്യാൻ ഇടവരുത്തുന്ന ഒരു കാര്യമാണത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു സീസ്, ദ ഡിറ്റൻഷൻ ഈസ് ഇനെവിറ്റബിൾ. CCL പ്രാക്ടിക്കബിൾ അല്ലെങ്കിൽ, സീസർ എന്താ നമ്മൾ പഠിച്ചു, എന്താണ്, ടേക്കിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. അതെല്ലായ്പ്പോഴും പ്രാക്ടിക്കബിൾ ആവണമെന്നില്ല. പൊസഷൻ, ടേക്കിംഗ് പൊസഷൻ. അങ്ങനെ സീസർ പ്രാക്ടിക്കബിൾ അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഇനെവിറ്റബിൾ. ഡിറ്റൻഷനെങ്കിലും നടത്തിയിരിക്കണം. മീൻസ് തടഞ്ഞു വെക്കുക. ഒരു ഫർദർ മൂവ്മെൻറ്റ്, ട്രാൻസിഷൻ സാധ്യമാവാത്ത രൂപത്തിൽ ഒരു കടിഞ്ഞാണിടുക, അത് വേണം. ഓക്കെ, അപ്പോൾ സീസർ പോസിബിൾ അല്ലാത്ത, പ്രാക്ടിക്കബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഡിറ്റൻഷൻ ഈസ് ഇനെവിറ്റബിൾ. ദ പേഴ്സൺ ഫ്രം ഹൂം ദ റെക്കോർഡ്സ് ആർ സീസ്ഡ് ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് കോപ്പീസ് ഓഫ് സച്ച് റെക്കോർഡ്സ്. കോപ്പീസ് ഓഫ് സച്ച് റെക്കോർഡ്സ്. ആരിൽ നിന്നാണോ ഈ പ്രോപ്പർട്ടി, ഈ പറയപ്പെട്ട സംഗതികൾ സീസ് ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തിന് ഇതിൻ്റെ കോപ്പി ലഭിക്കാൻ അദ്ദേഹം അർഹനാണ്. ഓക്കെ, ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് കോപ്പീസ് ഓഫ് സച്ച് റെക്കോർഡ്സ്. എന്തൊക്കെയാണോ സീസ് ചെയ്തത് അതിൻ്റെ കോപ്പീസ് ഇയാൾക്ക്, ഈ ടാക്സ് പേയർക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട്. സീസ്ഡ് റെക്കോർഡ് ഷാൾ ബി റീറ്റെയിൻഡ് ഓൺലി ടിൽ പ്രൊസീഡിങ്സ്. എന്നാൽ ഈ ഒരു പ്രോപ്പർ ഓഫീസർ ഈ സീസ്ഡ് റെക്കോർഡ്സുകൾ ഏതുവരെ കൈവശം വെക്കാൻ പാടുള്ളൂ? റിട്ടൻഷൻ ഈസ് ഓൺലി ടിൽ പ്രൊസീഡിങ്സ്. ഈ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയം വരേക്കും മാത്രമേ ഇത് കൈവശം വെക്കാവൂ. സൂൺ ആഫ്റ്റർ പ്രൊസീഡിങ്സ് ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ബാക്ക്. ഓൾ റെക്കോർഡ്സ് ആർ ടു ബി റിട്ടേൺഡ് വിത്തിൻ 30 days ഫ്രം ദ ഇഷ്യൂവൻസ് ഓഫ് ഷോ കോസ് നോട്ടീസ്. ഈ ഒരു ടാക്സ് പേയർക്ക് ഷോ കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിന് ശേഷം വിത്തിൻ 30 days all records are to be returned. The seized goods shall be provisionally released on execution of bond and furnishing a security or on payment of applicable tax, interest and penalty. ഓക്കെ, ഇതൊക്കെ പ്രൊവിഷണലി റിലീസ് ചെയ്യണം. എന്നേക്കുമായല്ല. ഈ സീസ്ഡ് ഗുഡ്സ് ഇയാളൊരു ബോണ്ട് സമർപ്പിച്ചു, സെക്യൂരിറ്റി ഫർണിഷ് ചെയ്തു, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ അടച്ചു. അപ്പോൾ പ്രൊവിഷണലി ഇയാളുടെ ഗുഡ്സ് സീസ്ഡ് ഗുഡ്സ് റിലീസ് ചെയ്യണം. ഓക്കെ, ഇൻ കേസ് ഓഫ് സീസർ ഓഫ് ഗുഡ്സ് എ നോട്ടീസ് ഹാസ് ടു ബി ഇഷ്യൂഡ് വിത്തിൻ 6 months. പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഗുഡ്സ് അങ്ങനെ പ്രോപ്പർ ഓഫീസർ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടീസ് അയക്കണം. 6 months. In case of seizure of goods, a notice has to be issued within 6 months. ഓക്കെ, ആ കാര്യം ഓർമ്മിക്കുക. അതേപോലെ സെർച്ച് ആൻഡ് സീസർ ഷാൾ ബി ക്യാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. ഈ സെർച്ച് ആൻഡ് സീസർ നടക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് 1973. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമാണ് ആ നിയമത്തിലുള്ള 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുള്ള പ്രൊവിഷൻസ് അനുസരിച്ചാണ് സെർച്ച് ആൻഡ് സീസർ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറസ്റ്റിനെ കുറിച്ച് നോക്കാം. എപ്പോഴാണ് അറസ്റ്റ് നടക്കുക എന്നുള്ളത്? വെൻ ടാക്സ് എമൗണ്ട് എക്സീഡ്സ് ₹2 crore. ബേസിക്കലി അറസ്റ്റ് നടക്കണമെങ്കിൽ ബേസിക്കലി ഓർമ്മിക്കേണ്ടത് ടാക്സ് എമൗണ്ട് എക്സീഡ്സ് ₹2 crore, 200 lakhs, അതിൽ കൂടുതൽ ടാക്സ് എമൗണ്ട് വരണം, എന്നാൽ മാത്രമേ അറസ്റ്റ് നടക്കൂ. ജനറലി അങ്ങനെയാണ്. എന്നാൽ റിപ്പീറ്റ് ഒഫൻഡർ ക്യാൻ ബി അറസ്റ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ്. ഈ ഒഫൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് ടാക്സ് പെയർ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കിങ്ങനെ ത്രസ് ഹോൾഡ് ലിമിറ്റൊന്നുമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ദേ ക്യാൻ ബി അറസ്റ്റഡ്. ആര്? റിപ്പീറ്റ് ഒഫൻഡർ. ഇനി ഓർമ്മിക്കേണ്ട കാര്യം, വെർ ദ ടാക്സ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 5 crore, the offences are classified as non-cognizable and bailable. That is, arrested person can be released by commissioner. നമ്മൾ പറഞ്ഞല്ലോ 2 crore എബോവ് ആണെങ്കിലാണ് അറസ്റ്റ് നടക്കുക.
പൊതുവെ. റിപ്പീറ്റ് ഒഫൻഡർ അല്ല എന്ന് വിചാരിച്ചോ. ജനറലി ഉള്ള ഒരാളാണെങ്കിൽ 2 crore ആണ് അറസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടാക്സ് എമൗണ്ട്. 2 crore എക്സീഡ് ചെയ്യണം. 2 crore വരെ അറസ്റ്റ് ഇല്ല എന്നർത്ഥം. പറഞ്ഞ പോലെ സീസർ, മറ്റ് സെർച്ച് ആൻഡ് സീസർ മറ്റ് നടപടിക്രമങ്ങളായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഇതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിൽ മാത്രമാണ് ഈ ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ, അറസ്റ്റൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയാണ് 2 crore കൂടുതൽ ടാക്സ് എമൗണ്ട് ഉണ്ട്, എന്നാൽ 5 crore കുറവാണ്. ടാക്സ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 5 crore. അങ്ങനെയാണെങ്കിൽ ഒഫൻസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. നോൺ കോഗ്നിസബിൾ ആൻഡ് ബെയിലബിൾ എന്നാ പറയാം. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഒഫൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോൺ കോഗ്നിസബിൾ ആൻഡ് ബെയിലബിൾ എന്നാണ്. അതായത് ഈ അറസ്റ്റഡ് പേഴ്സണിനെ ജോയിൻറ്റ് കമ്മീഷണർക്ക് തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബെയിലബിൾ, അതാണ് ബെയിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ വർ ടാക്സ് എമൗണ്ട് ഈസ് മോർ ദാൻ 5 crore, ദ ഒഫൻസ് ആർ ക്ലാസിഫൈഡ് ആസ് കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ബെയിൽ ക്യാൻ ബി കൺസിഡേർഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓൺലി. ഇവിടെ 5 crore കൂടുതൽ ടാക്സ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ കമ്മീഷണർക്ക് അറസ്റ്റഡ് പേഴ്സണെ റിലീസ് ചെയ്യാൻ കഴിയില്ല. ബെയിൽ ക്യാൻ ബി കൺസിഡേർഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓൺലി. ഓക്കെ, അതും കൂടെ കൂട്ടി വയ്ക്കുക. അപ്പോൾ അറസ്റ്റിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അറസ്റ്റ് നടക്കണമെങ്കിൽ ജനറലി 2 crore എബോവ് എമൗണ്ട് ടാക്സ് എക്സീഡ് ചെയ്യണം. എന്നാൽ റിപ്പീറ്റഡ് ഒഫൻഡർ ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഹി ക്യാൻ ബി അറസ്റ്റഡ്. അതേപോലെ 5 crore ബിലോ ആണെങ്കിൽ അവിടെ ഒഫൻസ് ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞാൽ കമ്മീഷണർക്ക് തന്നെ ഇയാളെ അറസ്റ്റഡ് പേഴ്സണെ റിലീസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 5 crore എബോവ് ആണ് ടാക്സ് എമൗണ്ട് എങ്കിൽ അവിടെ നോൺ ബെയിലബിൾ ആണ്. മജിസ്ട്രേറ്റിന് മാത്രമേ ബെയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് GST ലോ പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, search, seizure and arrest. Okay, let us see again with another topic in another video.